AD 70 അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ സോളമൻ ടെമ്പിൾ തകർത്ത് കളഞ്ഞ ടൈറ്റസ് സീസർ മുസ്ലിമല്ല. AD 138 4 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നുകളഞ്ഞ ഹഡ്രിയാൻ മുസ്ലിമല്ല. എന്തിലേറെ ലോക ചരിത്രത്തിൽ 65 ലക്ഷം ജൂതന്മാരെ കൊന്നുകളഞ്ഞ അഡോൾഫ് ഹിറ്റ്ലറും മുസ്ലിമല്ല. ലക്ഷക്കണക്കിന് ജൂതന്മാരെ അടിച്ചോടിച്ച ഫ്രാൻസുകാരനായ നെപ്പോളിയൻ മുസ്ലിമല്ല. ലക്ഷക്കണക്കിന് ജൂതന്മാരെ അടിച്ചോടിച്ച സ്പെയിൻകാർ മുസ്ലിമല്ല. അന്ന് പോർച്ചുഗൽ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളല്ല. ചരിത്രത്തിൽ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ജൂത സമൂഹത്തോട് നീതികേട് കാണിച്ച, ന്യായമല്ലായ്മ കാണിച്ച ഒരു ചരിത്രത്തെയും എവിടെയും നമുക്ക് വായിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെന്തായിരുന്നു വിഷയം? ഇന്നിപ്പോ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷയങ്ങൾ പറയും, മുദ്രാവാക്യം വിളിക്കും, പക്ഷെ പലപ്പോഴും നമുക്ക് ചരിത്രം എന്താണെന്ന് അറിയില്ല. ഇന്ന് നമ്മൾ ഈ കാണുന്ന ചരിത്രങ്ങൾ ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കുടിപ്പകയുടെയൊന്നും പിന്നാലെയുള്ള ഏതെങ്കിലും മിത്തുകളുടെയോ കുടിപ്പകയുടെയോ പിന്നാലെ വന്ന കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ജൂതന്മാരായ ആളുകൾ, അവർക്ക് ലോകത്ത് പല രാജ്യങ്ങളിലും അവരെ കാണുന്നത് തന്നെ ദുശകുനമായിരുന്നു. നിങ്ങളിൽ പല ആളുകളും വായിച്ചിട്ടുണ്ടാവും, ഷേക്സ്പിയറിന്റെ ദ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. പല ആളുകളും വായിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. മർച്ചന്റ് ഓഫ് വെനീസ് ഷേക്സ്പിയർ എഴുതുമ്പോ അതിലെ വില്ലൻ, പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേരാണ് ഷൈലോക്ക്. അയാളോ ആർത്തിമൂത്ത, അത്യാഗ്രഹിയായ, കൊള്ളപ്പലിശക്കാരനായ, മനുഷ്യത്വമേതുമില്ലാത്ത ഒരാൾ. അയാൾ ജൂതനാണ് എന്നാണ് ഷേക്സ്പിയർ എഴുതിയത്. അവസാനം പൈസ തിരിച്ചു കൊടുക്കാനില്ലാതെ വരുമ്പോ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ ഇറച്ചി അറുത്തെടുത്തു തരൂ എന്ന് പറയുന്ന കണ്ണിൽ ചോരയില്ലാത്ത ആ മനുഷ്യൻ, അയാൾ ജൂതനാണ്. ഇതുപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളിലെ വില്ലന്മാരൊക്കെയും ജൂതന്മാരാണ്. ജൂതന്മാരെ കാണുന്നത് തന്നെ ശകുനമാണ്. ജൂതന്മാർ പ്ലേഗ് രോഗം പടർത്തുന്നവരാണ് എന്ന് തുടങ്ങിയിട്ട് ജൂതന്മാർക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് അവരെ ആട്ടിയോടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന കുറഞ്ഞ ആളുകൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അവരാദ്യം കരുതിയത് ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയാൽ താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് സാധിച്ചില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ ഒരിടം കിട്ടുമോ എന്ന് ജൂതന്മാർ അന്വേഷിച്ചു. ഫലസ്തീനിൽ വരുന്നതിന് മുമ്പ് അമേരിക്കയിൽ പറ്റുമോ, മഡ്ഗാസ്കറിൽ പറ്റുമോ, കെനിയയിൽ പറ്റുമോ, ജപ്പാനിൽ പറ്റുമോ, ഞാൻ വിശാലമായി പറയുന്നില്ല. പല സ്ഥലങ്ങളിലും താമസിക്കാനുള്ള സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ചു. എവിടെയും സ്ഥലം കിട്ടാതെ വരുന്ന സമയത്താണ് ബ്രിട്ടൻ 1-ാം ലോക മഹായുദ്ധകാലത്ത് തങ്ങളെ എല്ലാ നിലയിലും സഹായിക്കുന്ന ജൂത കുടുംബങ്ങൾക്ക് ഒരു കത്തെഴുതി നൽകുന്നത്. നിങ്ങളുടെ സഹായവും സഹകരണവും ചാരപ്പണിയും സാമ്പത്തിക സഹായവും ഒക്കെ ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളെ നിങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാം. 1881 ഒന്നാമത്തെ ജൂത കുടിയേറ്റം നടക്കുന്നത്. 1897 ലോക സിയോണിസ്റ്റ് സമ്മേളനം നടക്കുന്നത്. എന്നാൽ അതിന്റെ എല്ലാം ഒടുവിൽ 1948 മെയ് 14 ഇസ്രയേൽ എന്ന ലോകം കണ്ട ഏറ്റവും ഭീകര രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപപ്പെടുന്നത്. എങ്ങനെയാണ് ആ രാജ്യം രൂപപ്പെടുന്നത്? ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് അന്ന് 11 ലക്ഷം അറബികളുണ്ട്. അവരുടെ ഇടയിലേക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ജൂതന്മാരെ കൊണ്ടുവന്ന് അവരുടെ ഇടയിൽ താമസിപ്പിച്ചു. ഏതുപോലെ? നിങ്ങളൊരു വീട്ടിൽ താമസിക്കുന്നു. ആ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ വാർഡ് മെമ്പർ കുറച്ച് കായിക ശക്തിയൊക്കെ ഉള്ള ആളാണെന്ന് വിചാരിച്ചു നോക്കൂ. അയാൾക്ക് നല്ല ഫിസിക്കലായി, അയാളെ കണ്ടാൽ ആരും ഒന്ന് പേടിക്കും. അങ്ങനെയുള്ള ഒരാള് വേറെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവരെ കൂടി നിങ്ങളെ വീട്ടിന്റെ ഒരു റൂമിൽ താമസിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ താമസിപ്പിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ താമസിക്കുന്ന വീടിന്റെ ഒരു മുറിയിൽ പുറത്തുനിന്ന് തന്റെ കയ്യൂക്ക് കൊണ്ട് ഒരാൾ മറ്റു കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. ആദ്യം അവർ കുറച്ച് സ്ഥലത്ത് താമസിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മുറി മാത്രം പോരാ, ഈ ഹാളും കൂടി വേണം, നിങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കണം. 3-ാം ദിവസം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഹാള് മാത്രം പോരാ, ഞങ്ങൾക്ക് ഈ അടുക്കള കൂടി തരണം. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം വീടിന്റെ എല്ലാ ഭാഗങ്ങളും അവർ സ്വന്തമാക്കുന്നു. അതിന് അനീതി എന്നല്ലേ പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ കഴിയാം. അല്ലാത്ത ഏത് വാക്കുകൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കാം? 948 ജൂതന്മാരെ കൊണ്ടുവന്ന് 11 ലക്ഷം അറബികൾ ഇരിക്കുന്നതിന്റെ നടുക്ക്
അവർ താമസിക്കുന്നതിന്റെ നടുക്ക് താമസിപ്പിച്ച് അവർക്ക് ചുറ്റും തോക്കുമേന്തി കാവൽ നിന്നിട്ട് അവർക്ക് വേണ്ട ആയുധങ്ങൾ നൽകി അവിടെ താമസിച്ച അറബികളെ ആട്ടിയോടിച്ച് അഭയാർത്ഥികളാക്കി മാറ്റിയ ചരിത്രത്തെയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ പറ്റുക. 1948 മെയ് 14 മുതൽ തുടങ്ങിയ അശാന്തിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ യുണിസെഫിന്റെ ഒരു കണക്കുണ്ട്, ഓരോ 10 മിനിറ്റിലും ഗസയിൽ ഒരു കുഞ്ഞു കൊല്ലപ്പെടുന്നു. അല്ലാഹു തആല അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. മുസ്ലിം സമൂഹം ഈ ചരിത്രമൊക്കെ പഠിക്കണം. നമുക്ക് ഫലസ്തീൻ എന്ന് കേൾക്കാം, ഇസ്രായേൽ എന്ന് കേൾക്കാറുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ എന്ന് എവിടെ നിന്ന് തുടങ്ങി എന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തോ മുമ്പേ തുടങ്ങിയ പ്രശ്നമാണെന്നാണ്. തീർച്ചയായും തെറ്റാണ്. 100% അവരുടേതായ ഭൂമിയിലേക്ക് പുറത്തുനിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ കാണിക്കുന്ന മറ്റേതൊക്കെയോ രാജ്യങ്ങളുടെ പിൻബലത്തോടെ നടത്തുന്ന ഭീകരാക്രമം തന്നെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഫലസ്തീൻ പ്രശ്നമൊക്കെ വരുമ്പോൾ ചില ആളുകൾ അനുകൂലിക്കുകയും യോജിക്കുകയൊക്കെ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ആളുകൾക്ക് നമുക്കൊക്കെ പരാതി ഉണ്ടാവും. അല്ല ഉസ്താദെ, നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇസ്രായേലിനെയാണല്ലോ പിന്തുണയ്ക്കുന്നത്. നമ്മൾ അതിലൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. തങ്ങളുടെ മണ്ണ് വെട്ടിപ്പിടിക്കാൻ വന്നൊരു സമൂഹത്തിന് നേരെ നടത്തുന്ന സ്വാതന്ത്ര്യ സമരമാണ് ഫലസ്തീനികൾ നടത്തുന്നത്. സ്വന്തം സ്വാതന്ത്ര്യ സമരം, സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർക്കും അതിൽ പങ്കുചേരാത്തവർക്കും മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അതിന്റെ പോരാളികൾക്കൊപ്പം നിൽക്കാനാകുമെന്ന് ചരിത്രമറിയുന്ന ഒരാൾക്കെങ്കിലും, ചരിത്രം വായിച്ചു പഠിച്ച ഒരാൾക്കെങ്കിലും അത്തരം ഒരാശയത്തോട് യോജിക്കാൻ സാധ്യമാണോ? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ പോരാട്ടത്തിലോ ഇല്ലാത്ത ആളുകൾ വേറേതോ ഒരു രാജ്യത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിടുത്തെ പോരാളികളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരെ ഇസ്രായേലിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെയും കാരണം ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ ഇന്ന് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പല ആളുകളുടെയും പഴയ മുതലാളിമാർ കൂടിയാണ്. അതുകൊണ്ട് അതിനെ ആ വഴിക്ക് കണ്ടാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം കൃത്യമായി നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുക. ഇസ്രായേലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയെ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അനുഗ്രഹീതമായ ഭൂമിയായി അവതരിപ്പിച്ചു. ആ ഫലസ്തീനിലേക്ക് കടന്നു വന്ന് അവരുടെ അവകാശങ്ങളെ മുഴുവനും പിടിച്ചെടുത്ത ഒരു കൂട്ടം ആളുകൾ. ഞാൻ ആദ്യം ചൊല്ലിവെച്ചത് മഹ്മൂദ് ദർവീഷിന്റെ ഒരു കവിതയാണ്. നമ്മുടെ മലയാളം കവിതയല്ല. മഹ്മൂദ് ദർവീഷ് എന്ന് പറഞ്ഞയാൾ ഫലസ്തീനിലെ കവിയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കവിതയാണ്. ആ കവിതയുടെ ചില വരികളാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പാടിവെച്ചത്, പറഞ്ഞു വെച്ചത്. അവർക്കുള്ളതൊക്കെയും കൈക്കലാക്കി, എന്നിട്ട് ദൂരേക്ക് ദൂരേക്ക് തള്ളി മാറ്റി, എന്നിട്ട് അവരെ വിളിച്ചു, നിങ്ങളാണ് അഭയാർത്ഥികൾ. അതായത് മനുഷ്യന്റെ ചെറിയും വൃത്തികെട്ട സമീപനമുള്ള മറ്റൊരു രാജ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം എപ്പോഴും ജൂതന്മാരോട് നല്ല നിലയിലേ പെരുമാറിയിട്ടുള്ളൂ. ഇസ്ലാം എപ്പോഴും നല്ല രീതിയിലേ പെരുമാറിയിട്ടുള്ളൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് അതിന് തെളിവ്. മഹാനവറുകളോട് പാതിരിമാർ പറഞ്ഞു, ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. മഹാനവറുകൾ പറഞ്ഞു, ആ വർത്തമാനത്തെ അനുവദിച്ചു തരൂല. നിങ്ങൾ ഈ പറയുന്ന ആശയം, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യം എനിക്ക് നിങ്ങൾക്ക് സാധിച്ചു തരാൻ സാധ്യമല്ല. ഇവിടേക്ക് അവര് വന്നോട്ടെ, അവര് പ്രാർത്ഥിച്ചോട്ടെ, പ്രശ്നമല്ല. നിങ്ങളുടെ ദേവാലയങ്ങൾക്ക് ഞാൻ കാവൽ തരാം. ഇസ്ലാം അങ്ങനെയാണല്ലോ, എല്ലായ്പ്പോഴും നീതിയുടെ മതമാണ്, ന്യായത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ ദർശനമാണ്. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം.
പ്രാർത്ഥനകളോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനോഹരമായ സമാധാനത്തിന്റെ വർത്തമാനങ്ങളും സമാധാനത്തിന്റെ വർത്തമാനങ്ങളുടെ ശ്രേഷ്ഠമായ വിലാസങ്ങളും ലോകത്ത് അവതരിപ്പിച്ച മാർഗമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ ശൈലിയും അങ്ങനെയാണ്. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അങ്ങേക്കറിയുമോ നബിയേ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അങ്ങേക്കറിയുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനമാണ്, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അങ്ങയുടെ ചാരത്തിരിക്കലാണ്, അങ്ങയെ കാണലാണ്, അറിയലാണ്. പക്ഷേ ഇപ്പൊ എൻ്റെ കൽബിൽ ഒരു വല്ലാത്ത സങ്കടമുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. അതിനൊരു പരിഹാരം തരുമോ? ദുനിയാവിൽ നിന്നങ്ങ് മറഞ്ഞാൽ, ദുനിയാവ് വിട്ട് ഞാനും തങ്ങളും മറഞ്ഞുപോയാൽ, നാളെ പരലോകത്ത് നമ്മളൊരു ജീവിതം ആരംഭിക്കുമല്ലോ. ആ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് അങ്ങയെ കാണാതെയായി പോകുമോ? ഞാനൊരു പാവമാണല്ലോ തങ്ങളെ. അങ്ങ് വലിയ അമ്പിയാക്കളുടെ നേതാവാണല്ലോ, സയ്യിദുൽ അംബിയാ. മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടെ വെച്ച് അങ്ങയെ എനിക്ക് കാണാൻ കഴിയുമോ? അങ്ങയുടെ ചാരത്ത് ഞാൻ ഉണ്ടാകുമോ? ചോദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കതാ പ്രയാസം മനസ്സിലായി. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിഴലുപോലെ കൂടെയുള്ളയാളാണ്. സ്വർഗത്തിലെത്തിയാലും കൂടെയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. അതിനുവേണ്ടിയാണല്ലോ നമ്മളിതൊക്കെ സംഘടിപ്പിക്കുന്നതും വയല് കേൾക്കുന്നതും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുമൊക്കെ അതിനു വേണ്ടിയാണല്ലോ. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോകുമെന്നുള്ള പ്രതീക്ഷ എപ്പോഴും നമ്മുടെ കൽബിലുണ്ടാവണം. ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന പ്രതീക്ഷ നമ്മുടെ കൽബിലുണ്ടാകണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും വേണം, പടച്ചവനെ എനിക്ക് സ്വർഗം നൽകണമേ എന്ന്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അള്ളാഹുവിനോട് നിരന്തരമായി സ്വർഗം ചോദിക്കണം. ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും പടച്ചവനെ എനിക്ക് സ്വർഗം തരണമേ എന്ന് ചോദിക്കണം. ഒരു ദിവസം കുറഞ്ഞത് 3 തവണയെങ്കിലും നരകത്തിൽ നിന്ന് എനിക്ക് കാവൽ നൽകണമേ എന്ന് ദുആ ചെയ്യണം. പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്നാൽ ഉടനെ നമുക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെല്ലേണ്ട ദിക്ർ, തിരിഞ്ഞിരിക്കുന്നതിന് മുന്നേ ചെല്ലേണ്ട ദിക്റുകളിൽ പെട്ടതാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. എത്ര തവണയാ? 7 തവണ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 തവണ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടും അതുപോലെ തിരിഞ്ഞിരിക്കുന്നതിന് മുമ്പ് ചെല്ലണം അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഈ ചിട്ടകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിട്ടകളൊക്കെ പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിയായ ചിട്ടകളൊക്കെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇന്ന് പള്ളിയാണെങ്കിലും ഖുർആനാണെങ്കിലും ദിക്റുകളാണെങ്കിലും എല്ലാം ഒരു തമാശയായി പോയ കാലമാണ്. അപ്പോ ഒരു ദിവസം നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്ന ആളിന് നരകം അയാളെ തൊട്ടും കാവൽ ചോദിക്കും, പടച്ചവനെ ഇവനെ എന്നിലേക്ക് അയക്കരുതേ എന്ന്. അല്ലാഹു തആല നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല പ്രതീക്ഷ വേണം സ്വർഗത്തിൽ പോകുന്നത്. ദുനിയാവിൽ തന്നെ നമ്മൾ ജീവിക്കുന്ന പ്രതീക്ഷയോടല്ലേ മറ്റന്നാൾ അതിൻ്റെ അടുത്തൊരു ദിവസം നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിന് വേണ്ടി പോകാൻ ഇറങ്ങി. ഒരു ചെറുപ്പക്കാരനാണ്. കല്യാണത്തിന് പോകാൻ ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ നല്ല വെള്ള ഉടുപ്പും നല്ല വെള്ളമുണ്ടും, നമ്മുടെ നാട്ടിലേക്ക് പുതിയാപ്പിളമാര് കൊണ്ടുപോകുന്ന പോലെ കയ്യിലൊരു ലേസും. ഞാൻ ചോദിച്ചു,
സാധാരണ പാൻറ് ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് ഇതിപ്പോൾ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ലേസും ഒക്കെ ആയിട്ട് പോകുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അഥവാ പുതിയാപ്പിള വന്നില്ലെങ്കിലോ, അഥവാ പുതിയാപ്പിള വന്നില്ലെങ്കിലോ. ഒരു പ്രതീക്ഷയാണ്. അഥവാ വന്നില്ലെങ്കിൽ ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തനല്ലേ, ഞാൻ ഇടപെടണ്ടേ? അതൊരു പ്രതീക്ഷയാണല്ലോ. ഏത് കത്തൊക്കെ അടിച്ച് ഓഡിറ്റോറിയം ഒക്കെ എടുത്ത് ഉസ്താദന്മാരെയൊക്കെ വിളിച്ച് നിക്കാഹിനൊക്കെ ആളൊക്കെ റെഡിയായിരിക്കുന്ന സദസ്സ്, അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അവനൊരു പ്രതീക്ഷയാണ്, പുതിയാപ്പിള വന്നില്ലെങ്കിൽ എനിക്കൊരു ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ കല്യാണം ആലോചിച്ചിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ കുറേ ആളുകളുണ്ട് ഇപ്പൊ കല്യാണം ആലോചിച്ച് കുറേ നാളായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ. ഈ ചങ്ങായി പറയാണ്, ഇങ്ങനെ കാണാൻ ഒരു സാധ്യത ഉണ്ടായാലോ, അത് ചെറുപ്പക്കാരുടെ ഒരു പ്രതീക്ഷയാണ്. ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പരിശുദ്ധമായ ദീനിന്റെ ചിട്ടകളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അല്ലാഹു തആല ജീവിതത്തിൽ വലിയ വിജയങ്ങളെ തരും. അല്ലാഹു തആല നമുക്ക് വലിയ വിജയങ്ങളെയും നൽകുമാറാകട്ടെ. ഈ ചിട്ടകളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ വന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത നോക്കൂ, സ്വർഗത്തിൽ ഞാൻ എത്തും, സ്വർഗത്തിലെത്തിയാൽ എനിക്ക് നബി തങ്ങളെ കാണാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. സ്വർഗത്തിലെത്തിയാൽ നബി തങ്ങളെ കാണാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിലും എന്റെ കൂടെയുണ്ടാകണോ? കൂടെയുണ്ടാകണമെങ്കിൽ അല്ലയോ അബൂ ഹുറൈറ, സലാമിനെ വർദ്ധിപ്പിച്ചോ, സലാം പറഞ്ഞോ അബൂ ഹുറൈറ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറയാം. മുഅ്മിനീങ്ങളായ ആളുകൾ തമ്മിൽ കാണുമ്പോൾ സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുടുംബങ്ങളിൽ സലാം പറയണം. കുടുംബങ്ങളിൽ ബർക്കത്തുണ്ടാവും. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങൾ അധികരിച്ചു വരുന്ന ഒരു കാലമാണ്. വാപ്പ മക്കളോട് സലാം പറയണം, ഉമ്മമാര് സലാം പറയണം, ഭാര്യ ഭർത്താവിനോട് സലാം പറയണം. സലാം വർദ്ധിപ്പിക്കുന്നതിലൂടെ കുടുംബങ്ങളിൽ ബറക്കത്തുണ്ടാകും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിൽ നിന്നുള്ള ഗുണവും രക്ഷയും ഉണ്ടാകും. കൽബുകൾ തമ്മിൽ അടുപ്പമുണ്ടാകും സലാം വർദ്ധിപ്പിച്ചാൽ. സലാം കേട്ടാൽ പോലെ നമുക്ക് മടക്കാം. ഇന്നിപ്പോ എല്ലാം അങ്ങനെയായ ഒരു കാലമാണ്. കേട്ടാൽ പോലെ നമുക്ക് മടക്കാൻ താല്പര്യമില്ലാത്തൊരു കാലം കൂടിയാണ്. വാട്സപ്പിലൊക്കെ നോക്കൂ, ചില ആളുകൾ പരിപാടിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കും. ഒരു അസ്സലാമു അലൈക്കും എന്ന് വോയിസ് ഇടാൻ 2 മിനിറ്റ് അല്ല 2 സെക്കൻഡ് മതി. പക്ഷെ ഒരു സ്റ്റിക്കർ അയക്കുക. എന്താണ്? അസ്സലാമു അലൈക്കും. എല്ലാത്തിനും സ്റ്റിക്കർ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം. നമ്മുടെ മഹലിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാലോ ഉടനെ ഒരു സ്റ്റിക്കർ അയക്കും, അല്ലാഹു മഗ്ഫിർ ലഹു. മയ്യത്തിന്റെ ദുആഇന്റെ ഒരു സ്റ്റിക്കർ നേരത്തെ റെഡിയാക്കി വെച്ചേക്കാണ് എല്ലാവർക്കും അയക്കാൻ. മഹലിൽ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കർ വാട്സപ്പിൽ അയച്ചു കൊടുക്കും. അതിനേക്കാൾ നമ്മൾ ആ ഫോൺ എടുത്തിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു, പടച്ചവനെ അയാൾക്ക് പുറത്തു കൊടുക്കണേന്ന് പറഞ്ഞാൽ അതിനൊരു പ്രതിഫലം കിട്ടും. ഇതൊരു പ്രതിഫലവും കിട്ടുന്നില്ല, എല്ലാത്തിനും സ്റ്റിക്കറാണ്. ഞാനൊരിക്കൽ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ എന്നെ ഫോണിൽ ഇങ്ങനെ വിളിച്ചു. 2 വട്ടം വിളിച്ചിട്ട് എന്തോ അത്യാവശ്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തു. അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഉസ്താദെ അള്ളാഹു ഷിഫയാക്കട്ടെ എന്നുള്ള സ്റ്റിക്കർ ഉണ്ടോന്ന്. ഏതോ വലിയ അസുഖമുള്ള ആളിനെ അയച്ചു കൊടുക്കാനാണ്. എന്നാ ഇത് പറഞ്ഞാ പോരെ? ഫോൺ എടുത്ത് വെച്ചിട്ട് അള്ളാഹു താല നിങ്ങളെ രോഗം ഷിഫയാക്കട്ടെ എന്ന് പറഞ്ഞാ പോരെ? അല്ല, അതുപോരാ, ഒരു സ്റ്റിക്കർ അയച്ചാലേ അതിനൊരു രസമുള്ളൂ. വാപ്പ മരിച്ചിട്ട് ഒരു സ്റ്റിക്കർ പോലും ഇട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന മക്കളെ കാലാണിത്. വേറെ ഉണ്ട്. ഇതിപ്പോ നിങ്ങളെ ഉൾനാടായതുകൊണ്ട് അറിയാത്താണ്. ടൗണിലൊക്കെ കുറഞ്ഞ കാലത്തിന് മുമ്പ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ വാപ്പയുടെ ആണ്ടാണെന്ന് പറഞ്ഞു. വാപ്പയുടെ ആണ്ടാണ്. ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ടാണ്? വാട്സപ്പ് ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞു. അത് എല്ലാ വർഷവും വീട്ടിൽ നന്നായിട്ട് നടത്തുന്നതല്ലേ, ഇതെന്ത് പറ്റി? അത് ഖത്തറിലുള്ള അളിയനും സൗദിയിലുള്ള മാമനും ഇമാറാത്തിലുള്ള ആളിനും ഒന്നും പങ്കെടുക്കാൻ പറ്റൂല. ഇതാവുമ്പോ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്, ഉസ്താദ് ഒന്ന് വന്ന് ദുആ ചെയ്താൽ മതി, അതോടുകൂടി കഴിഞ്ഞു. ശരി, വരാന്ന് പറഞ്ഞു. നിങ്ങളാരും ഇത് മാതൃകയാക്കണ്ട കേട്ടോ, ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ദ്വാരപ്പിക്കണം. അപ്പൊ ഇതൊന്നും മാതൃകയാക്കേണ്ട കാര്യമല്ല. പക്ഷേ കാലം മാറുന്ന, എന്തിനാണ് ഇത് പറയുന്നത് ഞാൻ ലാസ്റ്റ് പറയാം. കാലം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ ടെക്നോളജികൾ മാറുന്നതിനനുസരിച്ച്, ഇനിയിപ്പോ മൊബൈൽ ഫോണുകളൊക്കെ അപ്രത്യക്ഷമാകുമ്പോഴാണ് പുതിയ സംവിധാനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആണ്ടിന് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, 12:40 ആഡ് ചെയ്തു. വാപ്പയുടെ ആണ്ടാണ്, ദുആരക്കാൻ ഉസ്താദ് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കണം. അപ്പൊ എല്ലാവരും അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ഉസ്താദിന് എല്ലാവിധ സന്തോഷങ്ങളും. എന്നാ തുടങ്ങല്ലേ, എല്ലാവരും യാസീൻ ഓതാൻ പറഞ്ഞു. കുറെ ആളുകൾ യാസീൻ ഓതി, കുറെ ആളുകൾ തങ്ങൾ തഹ്ലീൽ എല്ലി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കണക്കുകളൊക്കെ അയച്ചു. അവസാനം യാസീൻ ഓതാനുള്ള ഒരു ഇടവേളയൊക്കെ കഴിഞ്ഞ ശേഷം ദുആ ഒക്കെ കഴിഞ്ഞു. ഒരു 1:10 ആയപ്പോ
നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന് ദുആ ചെയ്ത ഉസ്താദിന് എല്ലാവിധ സന്തോഷങ്ങളും. 2 പൂച്ചണ്ട് ഗൂഗിൾ പേയിൽ കൈമടക്ക് അയച്ചു തന്നു, റിമൂവും ചെയ്തു കുടുംബ ഗ്രൂപ്പിൽ നിന്ന്. ആണ്ട് കഴിഞ്ഞു, പന്തലിടണ്ട, കസേര എടുക്കണ്ട, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട, കഴിഞ്ഞു. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, ഇനിയുള്ള ഒരു കാലം, നെക്സ്റ്റ് വരാനുള്ള ഒരു കാലം, ഇതുപോലെ വാട്സപ്പിലൊക്കെ ഇട്ട് ആണ്ട് നടത്തുന്ന മക്കളുടെ കാലം വരാനുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, കാലം മാറി വരുമ്പോൾ എളുപ്പം ഏതാന്ന് വെച്ചാൽ അത് നോക്കും. അത് മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഏറ്റവും എളുപ്പമുള്ള വഴിയിലേക്ക് പോകും. അതുകൊണ്ട് ആപ്പിലിട്ട് ആണ്ട് നടത്തുന്ന മക്കളുടെ കാലമൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ സ്വർഗത്തിൽ പോകാനുള്ള അമലൊക്കെ വേണം, എന്തെങ്കിലും ചെയ്തു വെച്ചോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നതിന് വലിയ ബറക്കത്തുണ്ട്, അതിൽ വലിയ സലാമത്തുണ്ട്, അതിൽ വലിയ റഹ്മത്തുണ്ട്. അല്ലാഹു തആല അത് വ്യാപിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബങ്ങളിൽ വ്യാപിപ്പിക്കുക. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ തങ്ങളോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരുമിച്ച് വേണോ, എന്നാൽ ഭക്ഷണം വിതരണം ചെയ്തോ അബൂ ഹുറൈറ. ഭക്ഷണം ഉണ്ടാക്കിയിട്ടത് വിതരണം ചെയ്തോ, പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം നൽകിക്കോ. ഇത്ആമുത്ത്ആം വ ഇഫ്ശാഉസ്സലാം നമ്മുടെ മുൻഗാമികളുടെ പലരുടെയും ജീവിതത്തിന്റെ മാതൃകയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മാർഗമാണ്. ആവശ്യത്തിന് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. പട്ടിണി മാറ്റാൻ അവർ രംഗത്തിറങ്ങുകയാണ്. ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ളത് വലിയ ബറക്കത്തുള്ള കാര്യമാണ്. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് കഴിഞ്ഞല്ലോ. എത്രയിടങ്ങളിലാണ് ഭക്ഷണം വിതരണം ചെയ്തത്. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞപ്പോ അവിടുത്തെ മകൻ പറഞ്ഞു, എൻ്റെ ഉപ്പയായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തൊരു ദിവസവും ഉണ്ടായിരുന്നില്ല. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തൊരു ദിവസം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും അസ്ർ കഴിഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യരെവിടെയുണ്ടോ അവരെ കണ്ടെത്തിയിട്ട് ഭക്ഷണം നൽകും, അവർക്ക് വേണ്ടതെല്ലാം നൽകും, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു നൽകും. സേവനം ചെയ്ത നേതാവാണ് ഖുതുബുൽ അഖ്താബ് സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓർമ്മകളും ആണ്ട് നേർച്ചകളും വരുമ്പോൾ നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്ന കാണുകയാണ്. അല്ലാഹു തആല അവരുടെ സ്മരണകളെ നമ്മുടെ ഖൽബിൽ നിലനിർത്തി തരുകയാണ്. ഏതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും അധികം നടന്നുപോയ ആൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും അധികം ത്യാഗം ചെയ്ത് തന്റെ പാദങ്ങൾ കൊണ്ട് നടന്നുപോയ ആൾ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. പാദം കൊണ്ട് നടന്നുപോയി ഏറ്റവും അധികം ത്യാഗം ചെയ്ത മനുഷ്യനാണ് സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാം. മഹാനവറുകൾ ജനിച്ചത് ഇറാഖിലാണ്, ബാബിലോണിയയിൽ. അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് വന്നു. അവിടെ നിന്ന് മഹാനവറുകൾ മക്കയിലേക്ക് വന്നു. കുടുംബത്തെ അവിടെ ആക്കിയിട്ട് തിരിച്ചുപോയി. വീണ്ടും മഹാനവറുകൾ മക്കയിലേക്ക് വന്നു. കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി. എന്നിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തെ ലോകത്തിന് സമർപ്പിച്ച് വീണ്ടും തിരിച്ചുപോയി ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാം. നമ്മളിത് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിയാണ്. ഇറാഖിൽ നിന്ന്, ബാബിലോണിയയിൽ നിന്ന് ഈജിപ്റ്റ് വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗത്തുകൂടി അദ്ദേഹം മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ വന്നു. അവിടുന്ന് മക്കയിൽ വന്നു. അവിടുന്ന് തിരിച്ചു വീണ്ടും ഫലസ്തീനിലേക്ക് പോയി. ആ യാത്ര, ഇബ്രാഹിം നബിയുടെ യാത്ര നമ്മൾ ഇന്ന് ലോക ഭൂപടം എടുത്തു വെച്ചാൽ ഇറാഖിൽ നിന്ന് ഈജിപ്റ്റ് വഴി ഫലസ്തീനിലേക്ക്, സിറിയയെ തൊട്ട് ലബനാനിനെ തൊട്ട്
ജോർദാനിനെ തൊട്ട് മക്ക മദീന ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ഒക്കെയും തൊട്ട് കടന്നുപോയ നേതാവാണ് സയ്യിദുന ഇബ്രാഹിം. ഇനി ഒരു കാര്യം നിങ്ങൾക്കറിയോ? ഇന്ന് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഫലസ്തീനിൽ അവസാനിക്കാനുള്ള യുദ്ധമല്ല. ദ ഗ്രേറ്റർ ഇസ്രയേൽ, നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചിന്തയിലുള്ളത് ഫലസ്തീനിലെ ഒരു ചെറിയ പ്രദേശം പിടിച്ചെടുക്കണമെന്നല്ല. ഞങ്ങളുടെ, അതായത് അവർ പറയുന്നത് അവരുടെ പൂർവ്വപിതാവായ അബ്രഹാം നടന്നുപോയ പ്രദേശങ്ങൾ മുഴുവനും ഞങ്ങളുടെ രാജ്യത്തിന്റെ കീഴിൽ വരണമെന്ന താല്പര്യമാണ് ഇസ്രയേലിനുള്ളത്. അതിനെ ഒരു ഭൂപടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഭൂപടത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നറിയോ? ആ ഭൂപടത്തിൽ മക്കയുണ്ട്, ആ ഭൂപടത്തിൽ മക്ക മദീന ഉൾപ്പെടുന്ന നമ്മുടെ പ്രദേശങ്ങളുണ്ട്, ആ ഭൂപടത്തിൽ ഈജിപ്റ്റ് ഉണ്ട്, ആ ഭൂപടത്തിൽ സിറിയയുണ്ട്, ആ ഭൂപടത്തിൽ ലെബനാനുണ്ട്, ആ ഭൂപടത്തിൽ ലിബിയ, ആ ഭൂപടത്തിൽ ജോർദാനുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അറബ് രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ മുഴുവനും ഉണ്ട്. ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം നടന്നുപോയ പ്രദേശങ്ങൾ മൊത്തം ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടിയാണ് ആദ്യം ഞങ്ങൾക്ക് ഫലസ്തീൻ, പിന്നെ ഞങ്ങൾ പതുക്കെ ഓരോ പ്രദേശങ്ങൾ ഞങ്ങളുടെ കീഴിലാക്കും എന്ന അജണ്ടയുടെ ആരംഭമാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. ഇത് വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയണം, നമുക്കത് മനസ്സിലാകണം. അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിനെയും മറ്റു ഭൂമികളെയും ഒക്കെയും മോചിപ്പിക്കുമാറാകട്ടെ. അതാണ് അവരുടെ മനസ്സിലുള്ള ആശയം. അങ്ങനെ ഒരാശയം നമ്മുടെ മക്കയും മദീനയും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയും വ്യത്യസ്തങ്ങളായ അറബ് രാജ്യങ്ങളും പിടിച്ചെടുക്കുവാനുള്ള ഈ അജണ്ടക്കെതിരെ നമുക്ക് പ്രതിഷേധം ഉയർത്തിയേ പറ്റൂ. കാരണം അവരുടെ മനസ്സിലിരിപ്പ് ഈ രാജ്യങ്ങളൊക്കെയും പിടിച്ചെടുക്കുക. അതിന്റെ പേരാണ് ഗ്രേറ്റർ ഇസ്രയേൽ. ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അതിന്റെ വിശദ വിവരങ്ങൾ കിട്ടും. പറഞ്ഞു വന്നത്, ഈ പ്രദേശങ്ങൾ മുഴുവനും നടന്നുപോയ ആളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പാദമുദ്രകൾ പതിപ്പിച്ച് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പരിശുദ്ധമായ ദീനിനെ അവതരിപ്പിച്ചു. ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ പാദം പതിഞ്ഞ ഒരു കല്ലെന്നും കഅബാലയത്തിന്റെ അരികിൽ കാണാം. മഖാമു ഇബ്രാഹിം, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നില്ലേ? മഖാമു ഇബ്രാഹിം മുസല്ലാ. അല്ലാഹു തആല അതൊക്കെ പോയി കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കഅബാലയത്തിന്റെ അരികിൽ 1,24,000 നബിമാരില്ലയോ? മഹാരഥന്മാരായ അമ്പിയാക്കൾ പലരുമില്ലയോ? വലിയ മനുഷ്യരെത്രയോ കഴിഞ്ഞുപോയില്ലയോ? ഒരു മനുഷ്യന്റെ പാദമുദ്രയെ ഖിയാമം നാൾ വരെ അല്ലാഹു സൂക്ഷിക്കുകയാണ്. കഅബാലയത്തെ വലം വെച്ച് വരുന്ന മനുഷ്യർക്ക് കാണാൻ, അവർക്കറിയാൻ, അവർക്ക് പഠിക്കാൻ ആ പാദമുദ്രയുടെ പ്രത്യേകത എന്താണ്? ഖിയാമം നാൾ വരെ വരുന്ന മനുഷ്യര് പഠിക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും അധികം നടന്ന കാൽ, റബ്ബിന്റെ മാർഗത്തിൽ ഏറ്റവും അധികം നടന്നയാളുടെ കാൽ, ആ പാദമുദ്രയാണ് മഖാമു ഇബ്രാഹിം. കഅബാലയത്തിന്റെ അരികിൽ കഅബ നിർമ്മിക്കുന്ന സമയത്ത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലിൽ മഹാനവറുകളുടെ പാദം പതിഞ്ഞു. ആ കല്ലിനെ ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു തആല കഅബയുള്ളിടത്തോളം അതിന്റെ ചാരത്ത് വിശ്വാസികൾക്ക് ദ്വാരക്കാൻ, വിശ്വാസികൾക്ക് അതിന്റെ അരികിൽ നിന്ന് നിസ്കരിക്കാൻ എല്ലാം ഖുർആനിലൂടെ പരിചയപ്പെടുത്തി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. കാരണം റബ്ബിന്റെ മാർഗത്തിൽ ഏറ്റവും അധികം നടന്ന കാലാണ്. അതുപോലെ തന്നെയാണ് മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ജീവിതവും. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സർവ്വതും സമർപ്പിച്ചപ്പോ, റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം, ലോകം കണ്ട മഹാരഥന്മാരായ ആളുകളെ അറിയാം. അവരുടെ പേരിനെ അല്ലാഹു തആല നിലനിർത്തുകയാണ്. അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന പലരുടെയും പേരു പറയാൻ അറിയില്ലെങ്കിലും, അവരുടെ കാലത്ത് അത്യുന്നതന്മാരായ പലരെയും ജനങ്ങൾക്കറിയില്ലെങ്കിലും, മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ വിശ്വാസികൾക്കറിയാം.
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുക എന്ന, റബ്ബിന്റെ മാർഗത്തിലായി ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുക, ആ ചെയ്യുന്നതിന് നമ്മൾ വിചാരിക്കുന്ന പ്രതിഫലമൊന്നുമല്ല. ഭക്ഷണം കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്ന പ്രതിഫലമൊന്നുമല്ല. സ്വർഗത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കുക, സ്വർഗത്തിൽ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കുന്നതിൽ മുസ്ലിങ്ങൾ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി സമീപിക്കേണ്ട ഒരു കാലമാണ്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ കുടുംബങ്ങളിലും ഇന്ന് പ്രശ്നങ്ങളുണ്ട്. ചില കുടുംബങ്ങളിലെ കുട്ടികള് ലഹരിക്ക് അഡിക്റ്റായി പോയി. പല പുതിയ പിള്ളേരും പുതിയ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ അടിമകളാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ സിന്തറ്റിക് ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ 1-2 തവണ ഉപയോഗിക്കുമ്പോൾ, ഞാനിവിടെ താമരക്കുളത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, 1-2 തവണ ഉപയോഗിക്കുന്നതിലൂടെ ജീവിതാവസാനം വരെ അതിൻ്റെ അടിമകളായി പോകുന്ന അതിമാരകമായ ലഹരി മരുന്ന് അതിന്ന് നമ്മുടെ മക്കളുടെ ഇടയിലേക്ക്, 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് വ്യാപിച്ച കാലമാണ്. അള്ളാഹു നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുതിയ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ, പുതിയ പിള്ളേർ പറയും പോച്ചയും പൊടിയടിച്ച് പറന്ന് നടക്കാന്ന് പറയും. ഈ അടുത്തൊരു പയ്യൻ പറഞ്ഞാണ്, ഞാൻ ചോദിച്ചു, ഒരാളുടെ അവസ്ഥ ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, ഉസ്താദേ അവൻ പോച്ചയും പൊടിയടിച്ച് പറന്ന് നടക്കുകയാണ്, അവനെ കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ജനങ്ങളെ സഹായിക്കണമെന്നൊക്കെ തോന്നുകയും ചെയ്യുന്ന ചെറിയ കാര്യമൊന്നുമല്ല, വലിയൊരു കാര്യമാണ്. പിള്ളേരെ കിട്ടാനില്ല, പോച്ചയും പൊടിയടിച്ച് പറന്ന് നടക്കുക. ഈ കാണുന്ന കിട്ടുന്ന ലഹരി മരുന്നുകൾ മുഴുവൻ ഇഞ്ചക്ട് ചെയ്ത് വലിച്ചു കയറ്റി പിടിച്ചു കയറ്റി, ഏതാണ് ഈ സാധനം? 3-4 വർഷം കഴിയുമ്പോൾ അവൻ്റെ ഓർമ്മയുടെ സിസ്റ്റം മുഴുവൻ തകരാറിലായി പോകും. ആർക്കും പിന്നെ അവൻ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു രസം ഉണ്ടാവും. ചില ചെറുപ്പക്കാരെ പറയും ഇപ്പം നല്ല രസമാണ്, കുറച്ച് നാൾ കഴിയുന്നതോടുകൂടി നിന്റെ ജീവിതം അവിടെ അവസാനിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കരിയർ, നമ്മുടെ ഫ്യൂച്ചർ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അവസാനിച്ചു എന്ന് മാത്രമല്ല, നമുക്കൊന്നും ഓർമ്മയില്ല. അതൊരു 10 കൊല്ലം കഴിയുമ്പോൾ തെരുവിലൂടെ ഒക്കെ അലഞ്ഞു നടക്കുന്ന കുറെ പ്രേതങ്ങളെ സൃഷ്ടിച്ചെടുക്കുക. ഉമ്മ ആരാണെന്നറിയില്ല, വാപ്പ ആരാണെന്നറിയില്ല, കുടുംബം ഏതാണെന്നറിയില്ല, വീട് ഏതാണെന്നറിയില്ല, ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറെ ആളുകൾ. കാരണം എന്താ? അവന് ഓർമ്മയില്ല. അവൻ എന്തൊക്കെയോ വലിച്ചു കയറ്റിയിട്ട് അവന്റെ ദുനിയാവും ദീനും മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആൺകുട്ടികൾ മാത്രമല്ല, ഇന്ന് പെൺകുട്ടികൾ ലഹരിക്ക് അടിമകളായി ഏറെ വാർത്തകൾ വരുന്ന കാലമാണ്. പെൺകുട്ടികൾ ലഹരിക്ക് അടിമകളായി അതിന്റെ കാരിയേഴ്സായി അതിനുവേണ്ടി സേവനം ചെയ്യുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാലമാണ്. എൻ്റെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും നിങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുക, അവരെ ശരിയായി വളർത്തുക. അവരിൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവുക, അവരിൽ നല്ലൊരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. കാരണം കാലം പഴയതല്ല. ഇന്റർനെറ്റിൽ നിന്ന് തന്നെ ഇത്തരം ലഹരി മരുന്നുകൾ വാങ്ങാൻ പറ്റുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 1000കണക്കിന് സൈറ്റുകളുണ്ട്. വാപ്പമാരും ഉമ്മമാരും മനസ്സിലാക്കുക, ഒരു കുട്ടിക്ക് ഇത് വേണമെന്ന് തോന്നിയാലേ ഏതെങ്കിലും അങ്ങാടിയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. മൊബൈൽ ഫോൺ എടുക്കുക, അതിൽ 1000കണക്കിന് സൈറ്റുകളുണ്ട്. അതിൽ നിന്ന് സാധനം ഓർഡർ ചെയ്താലേ ആരും അറിയാതെ വീട്ടിലെത്തിച്ചിട്ട് പെൺകുട്ടികളടക്കം അങ്ങനെയാണ് ഉപയോഗിക്കുക. വീട്ടിലെത്തിച്ചു തരുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എത്ര പേരുകളിലുള്ള മരുന്നുകളാണ് ഇന്ന് രംഗത്തുള്ളത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ രൂപത്തിൽ, മിഠായികളുടെ രൂപത്തിൽ, ചോക്ലേറ്റുകളുടെ രൂപത്തിൽ, ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്ന രൂപത്തിൽ, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ തരത്തിൽ, പറഞ്ഞാൽ സ്റ്റാമ്പുകളുടെ രൂപത്തിൽ എത്രയോ തരത്തിൽ ഇന്ന് ലഹരി മരുന്നുകൾ നമ്മുടെ മക്കളുടെ ഇടയിലുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കാലത്ത് മറ്റൊരു വിഷയം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ മക്കൾ ഒളിച്ചോടി പോകുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. കുടുംബങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ശരിയായി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയാൽ അതിന്റെ ഉത്തരവാദി ആ കുട്ടിയുടെ മാതാപിതാക്കൾ മാത്രമാണ് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ആ നാട്ടിലെ ഓരോ ചെറുപ്പക്കാരനും അതിന്റെ ഉത്തരവാദിയാണ്. ഓരോ സംഘടനകളും അതിന് ഉത്തരവാദിയാണ്. ഓരോ മഹല്ലും അതിന് ഉത്തരവാദിയാണ്. ഓരോ കുടുംബങ്ങളും അതിന് ഉത്തരവാദിയാണ്. ആ ഗൗരവം നമ്മുടെയൊക്കെ കൽബിലുണ്ടാവണം. നമ്മുടെ നാട്ടിൽ നിന്നൊരു കുട്ടി ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ വേണ്ടാത്ത മോശത്തരത്തിലേക്ക് പോയാൽ അതിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിയാണ്. ഉറപ്പായിട്ടും നമ്മൾ അതിന് ഉത്തരം പറയേണ്ടവരാണ്.
നമ്മളതിന് ചെയ്യേണ്ട മാർഗം നമ്മുടെ കുടുംബം ഏതാണ് എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പേര് ചോദിച്ചാൽ നിങ്ങൾ പേരും പറയും, കുടുംബ പേരും പറയും, ഇല്ലേ? പേരും കുടുംബവും ഇല്ലാത്ത ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. ആ കുടുംബത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, പണ്ട് ഈ മഹല്ലുകളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പള്ളിക്കുറ്റി മഹല്ല്, കാഞ്ഞിപ്പുഴ മഹല്ല്, കടുവിനാൽ മഹല്ലൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള മൂത്ത ഉപ്പാപ്പമാരുടെ ഒക്കെ ചരിത്രം നമ്മൾ പറയും. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ തൊട്ടു താഴെയുള്ള തലമുറയ്ക്ക് ഈ ചരിത്രം ഏതെങ്കിലും അറിയോ? അവർക്കറിയാവുന്നത് അവരും അവരുടെ വാപ്പയും അവരുടെ ഉമ്മയും ചേരുന്ന ഒരു ചെറിയ കുടുംബത്തെക്കുറിച്ച് അവർക്കറിയാവും. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവരുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ചെറിയ വിഷമം ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത അവരുടെ കൽബിലുള്ളൂ. അവർക്ക് അവരുടെ മൂത്താപ്പമാരെ കുറിച്ച്, വല്യാപ്പമാരെ കുറിച്ച്, അവർ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച്, അവരുടെ മഹല്ലുകളെ കുറിച്ച് എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാവുന്നത്? നമ്മൾ വളരെ ഊറ്റത്തോടുകൂടി കുടുംബ പേരൊക്കെ പറയും. ആ കുടുംബ പേര് പോലും ചിലപ്പോൾ നമ്മുടെ ചെറിയ മക്കൾക്ക് ചോദിച്ചാൽ അറിയൂല. ഏത് വീട്ടിലാന്ന് ചോദിച്ചാൽ ഇപ്പൊ താമസിക്കുന്ന ചെറിയ വീടിനിട്ടേക്കുന്ന ഒരു പേര് പറയും, ഇന്ന മനസ്സിലാണ് എന്ന് പറയും. എന്നല്ലാതെ കുടുംബങ്ങളെ കുറിച്ച് അറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ മഹല്ലിൽ ഉൾപ്പെടെ പറയാറുണ്ട്, വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കുടുംബ സംഗമങ്ങൾ വിളിക്കുക. ഒരു കുടുംബത്തിൽ എല്ലാവരും വന്നിട്ടുണ്ടോ? ഈ വയലിന്റെ മജ്‌ലിസിലുണ്ടോ? ഇല്ല. ഒരു കുടുംബത്തിൽ 1 or 2 അംഗങ്ങളെ വന്നിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ കുടുംബ സംഗമങ്ങൾ വിളിച്ചാൽ അതിലെല്ലാവരും ഉണ്ടാവും. പരസ്പരം പരിചയപ്പെടുക. ഇതാണ് മൂത്താപ്പ, ഇതാണ് കൊച്ചാപ്പ, ഇതാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് ഇത്രയും പാരമ്പര്യവും പ്രൗഢിയുമുണ്ട്. ആ കുടുംബത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഈ കുടുംബത്തെയാണ് ബാധിക്കുന്നത് എന്ന ചിന്ത നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുക. അതിലൂടെ ഇസ്സത്ത് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ നല്ല ഇസ്സത്തുള്ള ഒരു കുടുംബത്തിലെ, അഭിമാനമുള്ള ഒരു സമൂഹത്തിലെ അംഗങ്ങളാണ് എന്ന ചിന്ത നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെയൊക്കെയും മക്കളെയും കുടുംബങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. ലഹരിക്ക് അടിമപ്പെട്ടു പോയ കുട്ടികളെ എന്ത് ചെയ്യണം? ചില ആളുകൾ പറയാം, അവരെ എന്ത് ചെയ്യുക? അവരെ അങ്ങ് ഒഴിവാക്കിയിരുന്നു. എന്തിനാണ് ഒഴിവാക്കുന്നത്? ആ കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സകൾ നൽകണം. അവർക്ക് ആവശ്യം കൗൺസിലിംഗ് ആണോ, അതല്ല അതിന്റെ അപ്പുറത്തെ ചികിത്സ നൽകണോ? അത് നൽകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിലെ സന്നദ്ധ സംഘടനകൾ രംഗത്ത് വരേണ്ട സമയമാണ്. നമ്മുടെ പള്ളിക്കുറ്റിയിലെ മുസ്ലിം യുവജന സംഘടന ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, സമീപത്ത് എവിടെയെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് കളയുന്നതിന് പകരം അവന് വേണ്ട ചികിത്സ കൊടുത്ത് നന്നാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് നമ്മൾ കരുതുക. അങ്ങനെയാണ് ഒരു ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. വാപ്പയും ഉമ്മയും ദീനിയായിട്ട് എല്ലാ ക്ലാസ്സുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വരുന്ന ആളാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? വാപ്പ എത്ര നല്ല മനുഷ്യൻ, ഉമ്മ എത്ര നല്ല മനുഷ്യൻ, എല്ലാ ഖുർആൻ ക്ലാസ്സിനും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇവൻ ലാസ്റ്റ്, ഞാനൊരു മുസ്ലിയാരായതുകൊണ്ടും എൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ടാണോ എന്നറിയില്ല, ഇവൻ പറഞ്ഞു, ഉസ്താദെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കൈകെട്ടി നിസ്കരിക്കാൻ നിന്ന പടച്ചോനെ അല്ലാതെ കാണാൻ പറ്റൂല. ഏതാ കഞ്ചാവ് വായിലിട്ടിട്ട് നിസ്കരിക്കുന്ന കാര്യമായി. പടച്ചോനെ അല്ലാതെ കാണാൻ പറ്റൂല, ഇതൊക്കെ വായിലിട്ടിട്ട് നിസ്കരിക്കണോ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികൾ മാറിപ്പോയതിന്റെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ചിന്തകൾ മാറിപ്പോയതിന്റെ ഇടങ്ങൾ ആലോചിച്ചു. നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിൽ നിന്ന് നമ്മൾ എത്രയോ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ ഫലസ്തീനിനെ കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ഫലസ്തീനിൽ ത്യാഗമനുഭവിക്കുന്ന മനുഷ്യരുടെ ഈമാൻ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ഇന്നലെ വന്ന ഒരു സഹോദരി, അമേരിക്കക്കാരിയാണ്, മേഗൻ റൈസ്. നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അമേരിക്കയിൽ അറിയപ്പെട്ട ടിക്ടോക്കർ, അവർ ഇസ്ലാമിലേക്ക് വന്നു. എന്ത് കണ്ടിട്ടാണ്? ഫലസ്തീനിലെ ജനങ്ങൾ അവരെല്ലാവരും ചേർന്ന് ഇല്ലായ്മ ചെയ്യുമ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അവരുടെ ഈമാൻ എന്നെ അത്ഭുതപ്പെടുത്തി. അവരുടെ വിശ്വാസത്തിലേക്ക് ഞാനും വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മേഗൻ റൈസ് ഇസ്ലാമിലേക്ക് വന്നു. അവരുടെ പേരാണ് മേഗൻ റൈസ്. അവർ ഇസ്ലാമിലേക്ക് വന്നെന്താ? ഫലസ്തീനിൽ ത്യാഗം അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ടിട്ട്, പ്രയാസം കണ്ടിട്ട്, അവരുടെ ഈമാൻ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ഒരാൾ വരിക. ലോകത്ത് അങ്ങനെ എത്രയോ ആളുകൾ ഇസ്ലാമിനെ പഠിച്ചു അറിഞ്ഞും വരുമ്പോൾ പാരമ്പര്യമായി ഇസ്ലാം കിട്ടിയ നമ്മുടെയൊക്കെയും നാടുകളിൽ നിന്ന് ഇസ്ലാമിന്റെ ചിട്ടകളും വർത്തമാനങ്ങളും ഒക്കെ മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. അല്ലാഹു തആല നമ്മയൊക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സുകൾക്ക് ഉൾപ്പെടെ അടിമകളാകുന്നതിൽ നിന്ന് മോചിപ്പിക്കുകയും ആ കുഞ്ഞുങ്ങളെ കൈപിടിക്കുകയും വേണം. അതിന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന തോന്നൽ വേണം.
ആരുടെയോ മകനല്ല വഴിയിൽ മോശമായി നിൽക്കുന്നത്, എൻ്റെ സഹോദരന്റെ മകനാണ് എന്ന തോന്നൽ എനിക്കുണ്ടാവണം. കാരണം അൽ മുസ്ലിമു അഹുൽ മുസ്ലിം എന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനാണല്ലോ നമുക്കിന്ന് പറയാൻ എളുപ്പം. എന്താ, ഓൻ കഞ്ചാവാണെന്നാ പറയും, ഒറ്റയടിക്ക് പറയും. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? എൻ്റെ സഹോദരൻ അങ്ങനെ ആയതിലപ്പം നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജനങ്ങളെ പരിഹസിക്കേണ്ടവരല്ല, മറിച്ച് അവരെ നന്നാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. ഇത്തരം വീണുപോയ ആളുകളുടെ കൈ പിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവരെ മദ്യത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. അതിന് ദീനിയായ ചിട്ടകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ദീനിയായ ചൈതന്യം നിലനിർത്തുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പല ആളുകളും പറയും വീട്ടിലൊരു സ്വസ്ഥതയില്ല, വീട്ടിൽ വലിയ പ്രയാസമാണ്, ഒരു സ്വസ്ഥതയില്ല എന്ന് പറയും. അവരോട് ചോദിച്ചു നോക്കൂ, വീട്ടിലൊരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും പോകും. കിട്ടാവുന്ന ആളുകളിൽ നിന്നൊക്കെയും ഉപദേശങ്ങളും മരുന്നുകളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവരോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ, കടയിലൊരു ബർക്കത്തില്ല, കച്ചവടത്തിലൊരു റാഹത്തില്ല. ആലോചിച്ചു നോക്കൂ, വീട്ടിലുള്ള ആളുകൾക്ക് എത്രയാണ് പരിശുദ്ധമായ ദീനുമായുള്ള ബന്ധം, അതുപോലെ തന്നെ അവർക്ക് എത്രയാണ് റബ്ബുമായുള്ള ബന്ധം. അതിൽ തന്നെ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ നിസ്കാരമുള്ള എത്രയാളുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വന്നിട്ട് ആവലാതി പറയാണ്, കച്ചവടത്തിലൊരു ബർക്കത്തുമില്ല, തുടങ്ങുന്നൊക്കെ പൊട്ടുക. നിങ്ങൾ സുബഹി നിസ്കരിക്കാറുണ്ടോ? ഇല്ല. ചില ആളുകൾ വന്നിട്ട് പറയും വീട്ടിലൊരു സമാധാനമില്ല, ശൈത്താനാണെന്ന് തോന്നുന്നു. നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? ഇല്ല, ഞാൻ സുബഹി നിസ്കരിച്ചില്ല. എന്നാ പിന്നെ നിങ്ങളെക്കാൾ വലിയ ശൈത്താനില്ല. സുബഹി നിസ്കരിക്കാത്ത നിങ്ങളെക്കാൾ വലിയ ശൈത്താനില്ല. നിങ്ങളാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ശൈത്താൻ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ ഓതിയിട്ട് എത്ര ദിവസമായി? പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകളിലാണ് സമാധാനം ഉണ്ടാവുക. പക്ഷേ നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാതെ നമ്മൾ നമ്മുടെ വീടുകൾക്ക് സമാധാനമില്ലെന്ന് പറഞ്ഞലയേണ്ടതില്ല. കാരണം റബ്ബിന്റെ വചനങ്ങളാണ് നമ്മൾക്ക് സലാമത്ത് പകരാനുള്ളത്, സമാധാനം നൽകാനുള്ളത്. അല്ലാഹു തആല നമ്മൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ മുസ്ലിങ്ങളുടെ വീടാണ്. എത്രയോ ദിവസമായിട്ട് ഖുർആൻ ഓതിയിട്ടില്ല. ആ വീട്ടിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? നിസ്കരിക്കാത്ത ഒരാൾ, അയാളെ കൊണ്ട് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ഒരു നേട്ടവും ഉണ്ടാകാനില്ല. കുടുംബത്തിനൊരു നേട്ടവും ഉണ്ടാകാനില്ല. അപ്പോൾ അടിസ്ഥാനപരമായ ചിട്ടകളെ നമ്മൾ എപ്പോഴും പാലിക്കേണ്ടവരാണ്. ഒരു സഹോദരിയും ഒരു ചെറുപ്പക്കാരനും കൂടി ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾ ഒളിച്ചോടുന്ന ഒരവസ്ഥയിലെത്തിക്കാണ് ഉസ്താദ്, അതിനൊരു മരുന്ന് പറഞ്ഞു തരണം. മകൾ ഇറങ്ങിപ്പോകാൻ പോവാണ്, ചെറുപ്പക്കാരൻ കൊണ്ടുവന്നാണ് റൂമിൽ. അവരുടെ ആ സഹോദരിയുടെ പ്രശ്നം അതാണ്. മകൾ ഒളിച്ചോടാൻ വേണ്ടി ഇറാൻ കെട്ടി നിൽക്കുകയാണ്, നിങ്ങൾ പരിഹാരം പറഞ്ഞു തരണം. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് എന്താണ് അറിയാവുന്നത്? അപ്പോൾ പറഞ്ഞു, ഉസ്താദെ എല്ലാ സ്റ്റേജും കഴിഞ്ഞു. ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ നന്നാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ്, പല സ്റ്റേജാണ്. ഇപ്പൊ അയാളെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്, എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ തട്ടിക്കളയാത്തൊരു സമയമുണ്ട്. ഏതു മനുഷ്യനാണെങ്കിലും അല്ലാഹു തആല തട്ടിക്കളയാത്തൊരു സമയമുണ്ട്. ആ സമയം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ സമയം തഹജ്ജുദിന്റെ സമയമാണ്. ഏതു മനുഷ്യനെയും അല്ലാഹു തആല ആ സമയത്ത് തള്ളിക്കളയൂല. ഫറോവ, ഫിർഔൻ വലിയ ധിക്കാരിയാണ്. ഞാനാണ് പടച്ചവൻ എന്നാണ് ഫിർഔൻ പറയുന്നത്. ആ പറഞ്ഞ ഫിർഔനിന് അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ കാരണമായത്, ഫിർഔൻ എല്ലാ ദിവസവും സുബ്ഹിന് മുന്നേ എഴുന്നേൽക്കുന്ന ആളായതുകൊണ്ടാണ് എന്ന് മഹാന്മാരായ ഇമാമുമാർ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ മനസ്സിൽ പലതരം പ്രയാസങ്ങളുണ്ട്. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ കൽബിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അല്ലാഹു അല്ലാതെ എങ്ങനെ പരിഹാരം കിട്ടുമെന്നറിയാതെ നമ്മളൊക്കെ വിഷമിക്കാറുണ്ട്. ഒരു മനുഷ്യനെയും അല്ലാഹു തള്ളിക്കളയാത്ത സമയമാണ് തഹജ്ജുദിന്റെ നേരം. ആ നേരത്തെഴുന്നേൽക്കണം. സുബ്ഹിനൊരൽപ്പം മുമ്പേ എഴുന്നേറ്റിരുന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹ്
ഇന്നാലിന്ന പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുകയാണു ഞാൻ, പരിഹാരം തരണേ അല്ലാ. ആ നേരത്തെഴുന്നേറ്റാൽ അത് വെറുതെ ആവൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്, തഹജ്ജുദിന്റെ നേരത്തെഴുന്നേറ്റിട്ട് ആ നേരം റബ്ബിനോട് ദ്വാരക്കുമ്പോ നിങ്ങളൊരു ദിക്റ് കൂടി ചൊല്ലണം. ആ ദിക്റ് ചൊല്ലിയാലോ അല്ലാഹു തആല നിങ്ങളെ കൈവെടിയൂല. ഏതാണ് ആ ദിക്റ്? ഹബീബായ നബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ അറിയാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഒന്ന് ചൊല്ലൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തഹജ്ജുദിന്റെ നേരത്തെഴുന്നേൽക്കണം. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദ്വാരക്കുന്നതിന് മുമ്പ് ഒരു 3 തവണ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചൊല്ലി ദ്വാരെന്നാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കൈവിടൂല. ആ ദുആ ഉത്തരം കിട്ടാതിരിക്കൂല. അങ്ങനെ എത്രയോ നല്ല 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 നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ഒറ്റ വഴിയേ ഉള്ളൂ. കാരണം നിങ്ങളുടെ മകളെ ഇനി ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ലെങ്കിൽ നിങ്ങൾ റബ്ബിനോട് പറയാം. പടച്ചവനോടല്ലാതെ ആരോടാ പറയാ? അള്ളാഹുവിനോട് പറയാ. അള്ളാഹു തആല പരിഹാരം തരും. അതൊക്കെ പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു, ശരി നാളെ മുതൽ ഞാൻ തഹജ്ജുദിന് എഴുന്നേറ്റോളാം, ഇതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞു, പറ്റും നിങ്ങൾ ബദരീങ്ങൾക്ക് ഒരു യാസീനോട് ഓതിക്കോ, ഓതാം എന്നൊക്കെ പറഞ്ഞ് അവർ പോയപ്പോൾ ഇവരെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ ഭയങ്കര ചിരിയാ, ഭയങ്കരമായ ചിരി. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഒരാൾ വന്നിട്ട് സ്വന്തം മകൾ ഇറങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുക. അപ്പോൾ പറഞ്ഞു, അതല്ല ഉസ്താദെ, അതൊന്നും കേട്ടിട്ടല്ല, നിങ്ങൾ പറഞ്ഞ മരുന്ന് കേട്ട് ചിരിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിപ്പോൾ എല്ലാ അമ്പിയാക്കളും എഴുന്നേറ്റിരുന്ന ആ സമയത്ത് എഴുന്നേറ്റാൽ എന്തായാലും അല്ലാഹു തആല പ്രതിഫലം തരൂലേ? അല്ല ഉസ്താദെ, നിങ്ങൾ എന്താ പറഞ്ഞത്? തഹജ്ജുദിന് എഴുന്നേറ്റ് യാസീൻ ഓതി ദിക്റും ചൊല്ലി ദ്വാരക്കാൻ. ഈ തള്ള എഴുന്നേക്കുന്നത് 8 മണിക്കാന്നാണ് പറഞ്ഞവരെ വീട്ടിൽ. 8 മണിക്ക് എഴുന്നേക്കുന്ന ആ തള്ളയോടാണ് ഫജ്ർ സാദിഖിന് മുമ്പ് എഴുന്നേറ്റിട്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീടുകളിലെ ഈ ചിട്ടകളൊക്കെ പോയി, നമ്മുടെ മക്കൾ കൈവിട്ടുപോയി. നമുക്ക് ദീനില്ലാതെ ആയപ്പോൾ നമ്മുടെ മക്കൾ കൈവിട്ടുപോയി. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ വർഗീയത ഉണ്ടായപ്പോൾ, വർഗീയത പെരുത്തു വന്നപ്പോൾ അടുത്തൊരു തലമുറയ്ക്ക് നമ്മുടെ രാജ്യത്ത് നാട്ടിലൊക്കെ നിൽക്കാൻ തന്നെ തോന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ആഗ്രഹം എന്താ? ഉസ്താദെ, അബ്രോഡ് പോകാൻ ദ്വാരക്കണം, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി പഠിക്കാൻ, വല്ല യൂറോപ്പിലോ ലണ്ടനിലോ ഒക്കെ പോയി പഠിക്കാൻ, വല്ല വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോയി സെറ്റിൽഡ് ആവാൻ ദ്വാരക്കണം. പ്രവാസികളാണെങ്കിൽ പോലും ജോലി ചെയ്യുന്നവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾക്ക് നാട്ടിൽ വരാനാണ് ആഗ്രഹം. ഇന്ന് നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് നമ്മുടെ നാട് വിട്ടിട്ട് കാനഡയിലോ അയർലൻഡിലോ പോളണ്ടിലോ ന്യൂസിലാൻഡിലോ ഒക്കെ ജീവിക്കാനാണ് ആഗ്രഹം. കാരണം അവർ വിചാരിക്കുന്നുണ്ട് അടുത്തൊരു കാലത്ത് ഈ നാട് ഇങ്ങനൊന്നും ആവൂല, കാരണം അത്രയേറെ വർഗീയത എല്ലാവരുടെയും കൽബിലേക്ക് കയറിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ നാടുകളെയൊക്കെ സമാധാനത്തോടു കൂടി നിലനിർത്തി തരുമാറാകട്ടെ. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നോക്കൂ, ചരിത്ര പ്രസിദ്ധമായ അലിഗഡിന്റെ പേര് മാറി ഇന്നലെ. അലിഗഡ് എന്ന് പറയുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അലിഗഡിന്റെ പേര് മാറിയിട്ട് ഹരിഗഡായി. നമ്മുടെ ഇന്ത്യയിലെ തന്നെ എത്രയോ സ്ഥലങ്ങളുടെ പേര് ഈ അടുത്തടുത്ത സമയങ്ങളിൽ മാറി. ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അലഹബാദ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അലഹബാദിൽ. ഇന്ന് നിങ്ങൾ ചെന്ന് ട്രെയിൻ ഇറങ്ങിയാൽ അലഹബാദ് എന്നൊരു ബോർഡ് ഉണ്ടാവില്ല. അലഹബാദിന്റെ ഇന്നത്തെ പേരെന്താണെന്നറിയോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? അലഹബാദിന്റെ ഇന്നത്തെ പേര്
പ്രയാഗ്രാജ് എന്നാണ് അലഹബാദിൻ്റെ പേര്. ഇനിയിപ്പോൾ ഇന്ത്യ തന്നെ മാറ്റി ഭാരതമാക്കണമെന്നുള്ള ചിന്ത ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ കൽബിലുണ്ടാവും. അതിനൊക്കെ പരിഹാരം തരാൻ അള്ളാഹു ഉണ്ട്. അള്ളാഹുവിലേക്ക് കൈനീട്ടേണ്ടതുപോലെ കൈനീട്ടിയാൽ അള്ളാഹു തആല പരിഹാരം നൽകും. കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞു കൊടുത്തു, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട്, രാത്രികളിൽ അള്ളാഹുവിനെ ഇബാദത്തിനെ വർദ്ധിപ്പിക്കുക. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. എന്നാൽ സ്വർഗത്തിൽ എത്തിച്ചേരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഈ അടുത്ത സമയത്ത് വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കും. ആരും ആയിക്കോട്ടെ, സംഘാടകരോ കമ്മിറ്റി അംഗങ്ങളോ ആരോ ആയിക്കോട്ടെ, കൈവക്കും. ഉണ്ടോ? ഒരു രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെ അള്ളാഹുവിന് ഇബാദത്ത് മാത്രം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നു, അത് അള്ളാഹുവിന് ചെയ്ത ഇബാദത്താണ്. ഇബാദത്ത് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കും. ഇല്ല. ഒരു പകുതി, ഒരു ഹാഫ് നൈറ്റ്, അതായത് 6 മണി മുതൽ 12 മണി വരെ ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ട് എന്ന് കൈവക്കും. ഇത് പറയുമ്പോൾ എനിക്ക് വളരെ രസകരമായ ഒരു സംഭവം ഓർമ്മ വരുന്നത്, ഞാൻ പുനലൂരിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ യാസീൻ അറിയാമല്ലോ, യാസീൻ ഓതിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് ആരെങ്കിലും ഉണ്ടെ കൈവക്കാൻ പറഞ്ഞു. പല സദസ്സിലും ചോദിച്ചിട്ട് ആരും കൈവക്കിയിട്ടില്ല. പക്ഷെ ആ സദസ്സിൽ നിന്ന് ഒരാൾ കൈവക്കി, ഞാനുണ്ട് എന്ന്. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ഇങ്ങ് അടുത്ത് വരൂ, ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അടുത്തെത്തിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. പുള്ളിയെ ഞാൻ എന്ത് ചോദിച്ചാലും കൈവക്കുന്നുണ്ട്. യാസീൻ ഓതി നിസ്കരിച്ച ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൈവക്കിയത്. അതുപോലെയല്ല, ഒരു ഹാഫ് നൈറ്റ് ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഒരു പകുതി രാത്രി ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതക്രമങ്ങളും ഒന്നും അതിനെ നമ്മൾ അനുവദിക്കാറില്ല. പക്ഷേ ആ കൂലി കിട്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരു രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി കിട്ടാൻ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ മതി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തായാലും സുബ്ഹി നിസ്കരിക്കണം. ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാലോ ഒരു പകുതി രാത്രി റബ്ബിന് ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ ജമാഅത്തായി നിസ്കരിക്കുക, സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുക. ഞാനും നിങ്ങളും എന്നാണ് ഇവിടുന്ന് പോകുന്നതെന്നറിയില്ല.